അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഉമ്മ റുമൈസ റളിയല്ലാഹു അൻഹ, ഉമ്മു സുലൈം എന്നറിയപ്പെടുന്ന റുമൈസ ബീവി റളിയല്ലാഹു അൻഹ അവരുടെ പ്രിയപ്പെട്ട മോൻ അനസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, എന്റെ മകൻ എന്റെ കൈകളിൽ ചെറിയ കുഞ്ഞായിരുന്നപ്പോ എന്റെ കുഞ്ഞിനെ ഞാൻ ചൊല്ലിക്കൊടുക്കുമായിരുന്നു, മോനെ ഖുൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു. ഉമ്മ ഇങ്ങനെ കലിമ ചൊല്ലിക്കൊടുക്കുമ്പോ മാലിക് ഇബ്നു നദർ ഇങ്ങനെ പറയും, ലാ തുഫ്സിദി അലയ്യ ഇബ്നി, എന്റെ മോനെ നീ കേടുവരുത്തല്ലേ എന്ന് ഉമ്മയെ പറ്റി പറയും. ഉമ്മയോട് പറയും, മോൻ നിങ്ങൾ ചൊല്ലിക്കൊടുക്കുമ്പോ മുസ്ലിമല്ലാത്ത വാപ്പ അവർ ഇസ്ലാമിൽ നിന്ന് ഇസ്ലാമിലേക്ക് വരികയാണ്. ജാഹിലിയത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വരുന്ന കാലല്ലേ, ഇന്നത്തെ പോലെ അല്ലല്ലോ, മുസ്ലിമീങ്ങളായിട്ട് വരുന്ന കാലമാണ്. അനസ് തങ്ങളുടെ ഉമ്മ ഇതിങ്ങനെ പറഞ്ഞു കൊടുക്കും മോൻ എപ്പോഴും, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഫകാന അവ്വല മാ തകല്ലമ ബിഹി അനസ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അങ്ങനെ അനസ് എന്ന കുഞ്ഞ് 1 വയസ്സോ 1.5 വയസ്സോ 2 വയസ്സോ ആയി ആദ്യമായൊരു സെന്റൻസ് പറയാൻ പ്രായമായപ്പോ ആദ്യമായി പറഞ്ഞ വാക്ക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അതുകൊണ്ടാവണം ആ കുട്ടിയാണ് ഖദംതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 10 സിനീൻ, 10 വർഷം എന്റെ റസൂലിന് ഖിദ്മത്ത് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് മദീനയിൽ നബി തങ്ങൾ ജീവിച്ച കാലം ആ 10 വർഷം ഹബീബിന് ഖിദ്മത്ത് ചെയ്യാൻ ഭാഗ്യമുണ്ടായ മോനാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻ. നബിയുടെ ഖാദിമല്ലേ. ആദ്യം പറഞ്ഞ വാക്കതാണ്. കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോ ആദ്യമായി വലത് ചെവിയിൽ വാങ്കും, ഇടത് ചെവിയിൽ ഇഖാമത്തും കൊടുക്കുന്നുണ്ടല്ലോ. ഇൻഷാ അല്ലാഹ് ഇപ്പോഴതൊക്കെ വളരെ ഉഷാറാണ് അല്ലേ. നമ്മുടെ മുസ്ലിം ഗൈനക്കോളജിസ്റ്റുകളോ മുസ്ലിം നഴ്സുമാരോ മുസ്ലിം മാനേജ്മെന്റുള്ള ഹോസ്പിറ്റലൊക്കെ ആകുമ്പോ വളരെ കൂടുതൽ എളുപ്പമാവണം. ഇൻഷാ അല്ലാഹ് അത് വൈകിപ്പോവരുത്. കുഞ്ഞ് പ്രസവിച്ച ഉടനെ എല്ലാ വർത്താനം കഴിഞ്ഞ് പിന്നെ കുട്ടിക്ക് വാങ്ങുകൊടുക്കുക, അങ്ങനെയല്ല. അത് വളരെ പെട്ടെന്ന് ഭൂമിയിലേക്ക് വന്നാൽ ചെവി വർക്ക് ചെയ്യുമെന്നാണ്. കണ്ണ് വർക്ക് ചെയ്യാൻ ഒരു 15 ദിവസമെങ്കിലും എടുക്കുന്ന കുഞ്ഞ് ശരിക്ക് കണ്ണു തുറന്ന് കാണാൻ തുടങ്ങുമ്പോ. അതുകൊണ്ടാ കുഞ്ഞ് കണ്ണു തുറന്നാൽ കണ്ണിന് മുമ്പിൽ എന്ത് കാണിച്ചാണ് കുഞ്ഞ് പേടിക്കൂല. പ്രസവിച്ച കുഞ്ഞ് ചെവിയിൽ ശബ്ദം കേട്ടാ കുഞ്ഞ് അനങ്ങും. ചെവി വർക്ക് ചെയ്യുന്ന ചതച്ചതിന്റെ നീര് മധുരം മാത്രം കുഞ്ഞിന്റെ ചുണ്ടിൽ ഒന്ന് തേച്ചു കൊടുക്കുക, തഹ്നീക്ക് ചെയ്യുക. നല്ല ഒരാൾ മധുരം കൊടുത്തു, നല്ലത് 2 ചെവിയിലും കേട്ടു. പിന്നെ കുഞ്ഞ് കാണുന്നത് ഉമ്മയാണ്. ഉമ്മയോളം മനോഹരമായതുണ്ടോ വേറെ കാണാൻ? ഉമ്മയാണ് കുഞ്ഞ് കാണുക. ഉമ്മയുടെ മുഖമാണ് ഒരു കുഞ്ഞ് ധാരാളം കാണുന്നത് അങ്ങനെയാണ്. കേൾക്കുന്നത് നന്നായി, പറയുന്നത് ഈ ഷഹാദത്തും കൂടെയാണെങ്കിൽ പിന്നെ മക്കളിൽ നന്മയെ ഉണ്ടാവുക. അള്ളാഹു നമ്മുടെ മക്കളൊക്കെ സ്വാലിഹ്യങ്ങളാക്കി തരട്ടെ. പിന്നെ മക്കളെ ജനനം നടക്കുന്നതിന്റെ മുമ്പേ അല്ലാഹുമ്മ ജന്നിബ്ന ശൈത്വാൻ വജന്നിബിശ് ശൈത്വാന മാ റസഖ്തനാ. ഭാര്യയുടെ കൂടെ ഭർത്താവ് ശയിക്കുന്ന നേരത്ത് അല്ലാഹുമ്മ ജന്നിബ്ന ശൈത്വാൻ, അല്ലാഹുവേ പിശാചിനെ നീ അകറ്റി നിർത്തി തരേണമേ. പിശാചിനെ അകറ്റണം. നമ്മൾ ഭക്ഷണം കഴിക്കാൻ ബിസ്മില്ലാഞ്ഞാൽ എന്താ പ്രശ്നം? ആര് കൂടെ തിന്നുന്ന? ഇബ്ലീസ് കൂടെ തിന്നു. ഇവര് ഭക്ഷണം കഴിക്കും, കൂടെ ഭക്ഷണം കഴിക്കും. വെള്ളം കുടിക്കുമ്പോ ബിസ്മില്ലാതിരുന്ന ആര് കൂടെ കുടിക്കും? ഇബ്ലീസും കുടിക്കും. കിടന്നുറങ്ങുമ്പോ ബിസ്മില്ലാതിരുന്നാൽ ആര് കൂടെ കൂർക്കം വെച്ച് ഉറങ്ങും? ബെഡില് ഇബ്ലീസ് ഉണ്ടാവുന്ന. ഭാര്യ ഭർത്താവ് ശയിക്കുന്ന സമയത്തും അങ്ങനെയാണ്. സ്വഹാബത്ത് നബിയോട് പറഞ്ഞില്ലേ, നബിയെ ഞങ്ങൾക്ക് ഭക്ഷണം കഴിച്ചിട്ട് വയറ് നിറയുന്നില്ല എന്ന് പരാതി പറഞ്ഞപ്പോ എന്താ നബി കൊടുത്ത മറുപടി? സമ്മുല്ലാ, നിങ്ങൾ ബിസ്മി ചൊല്ലി കഴിച്ചു നോക്കൂ, നിങ്ങൾക്ക് വയറ് നിറയും. ശാരീരികമായ ബന്ധപ്പെടൽ അതൊരു കലയാണ് എന്ന് വിചാരിക്കുന്ന കാലാണിപ്പോ. മനുഷ്യന് വയറ് നിറയാത്തോണ്ട് മനസ്സിന് നിറയുന്നില്ല. സ്വന്തം ഭാര്യയാണെങ്കിൽ തന്നെയും അനാവശ്യമായത് കണ്ടിട്ടോ, അനാവശ്യം കേട്ടിട്ടോ, അനാവശ്യമായ ഫിലിമുകൾ കണ്ടിട്ടോ ചെറുപ്പക്കാർ ഫോണോഗ്രഫിക്ക് അടിമകളായി മാറിക്കഴിഞ്ഞിട്ട് ദാമ്പത്യ ജീവിതത്തിൽ സമാധാനമെല്ലാം ബിസ്മി ചൊല്ലി അള്ളാഹുവിന്റെ നാമത്തിൽ നിങ്ങൾ ശയിക്കുന്ന പക്ഷം നിങ്ങളുടെ കൂടെ പിശാചില്ല. പിന്നെ നിങ്ങൾക്ക് മതിയായി.
മതിവരാത്തത് ആർക്ക്? പിശാചിനെ കൂടെ കടത്തുന്നവർക്ക്. അതുകൊണ്ടാണ് നബി തങ്ങൾ ചൊല്ലാൻ പറഞ്ഞത്, ചൊല്ലണം അല്ലാഹുമ്മ ജന്നിബിന ശൈത്വാൻ, അല്ലാഹുവേ പിശാചിനെ നീ അകറ്റിത്തരണമേ റബ്ബേ, വജന്നിബി ശൈത്വാന മാ റസഖതനാ, ഞങ്ങൾക്കെങ്ങാനും ഒരു കുഞ്ഞിനെ തരാൻ നിനക്ക് തീരുമാനമുണ്ടെങ്കിൽ ആ മക്കളിലും പിശാചു ബാധയെ നീ തരരുതേ. നാമമുച്ചരിച്ച് വെള്ളം കുടിക്കാൻ പറഞ്ഞ റബ്ബ്, അള്ളാഹുവിന്റെ നാമമുച്ചരിച്ച് ശയിക്കാൻ പറഞ്ഞ റബ്ബ്, അള്ളാഹുവിന്റെ നാമമുച്ചരിച്ചുകൊണ്ട് തന്നെ ആവട്ടെ നിങ്ങളുടെ കുടുംബജീവിതവും. അവിടെ പിന്നെ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷനാണ്, പ്രയാസമല്ല, സമാധാനമാണ്, മതിവരായ്മയില്ല, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഒന്നുമേ ഇല്ല. എന്തുകൊണ്ടില്ല? അള്ളാഹുവിന്റെ നാമം പറയപ്പെടുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വിഷയത്തിൽ നിങ്ങൾക്ക് സമാധാനം തരുന്നു. അങ്ങനെ റബ്ബിന്റെ നാമം ഉച്ചരിച്ച് ആ ഒരു അവസ്ഥയിൽ ജനിച്ച മക്കൾക്ക് പിശാചിന്റെ ബാധയുണ്ടാവുകയോ അപസ്മാരത്തിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയോ ഇല്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ജനിക്കുന്ന മക്കൾക്ക് വിഷമം നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. പിന്നെ അള്ളാഹു അങ്ങനെയൊക്കെ ആയിട്ടും ഒരു കുട്ടി ഇങ്ങനെ സംഭവിച്ചു എന്ന് വിചാരിക്കാം, അള്ളാഹു തന്ന പരീക്ഷണമാണെന്ന് വിചാരിക്കാം. പക്ഷെ സ്വാഭാവികമായും അത്തരം വിഷയങ്ങൾ സംഭവിക്കില്ലെന്നാണ്. മക്കള് സ്വാലിഹീങ്ങളാവും, അവരിൽ നന്മയുണ്ടാവും, അവരിൽ കൺകുളിർമയെ തരാൻ വേണ്ടി ദുആ ഇറക്കാൻ പറഞ്ഞില്ലേ സൂറത്തുൽ ഫുർഖാനിൽ, ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ഉമ്മമാരാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു കുഞ്ഞ് കണ്ടുപഠിക്കുന്നത് ഉമ്മയെ നോക്കിയാണ്, പാപ്പയെ കണ്ടിട്ടല്ല, ഉസ്താദിനെ കണ്ടിട്ടല്ല. കുഞ്ഞ് പഠിക്കുന്നത് ഉമ്മയിൽ നിന്നാണ്. കുറെ വല്യമ്മമാർ, നമ്മുടെയൊക്കെ വിജയം അങ്ങനെയല്ലേ, നമ്മുടെ വല്യമ്മമാർ നബി തങ്ങളുടെ അംബിയ മുർസലീങ്ങളുടെ കഥ പറഞ്ഞു തന്നത്. ഇന്നത്തെ വല്യന്മാർക്ക് പറയാനുള്ള കഥ സീരിയൽ കഥയുള്ളൂ. ഇന്നത്തെ വല്യന്മാരും അല്ലേ, വല്യന്മാര് അമ്പിയാക്കളെ കഥ പറഞ്ഞു തന്നുണ്ട്. ഇന്നത്തെ വല്യമ്മ എന്നൊക്കെ പറഞ്ഞാൽ 45-50. എങ്ങനെയാണ് മക്കൾക്ക് പരിപൂർണതയുണ്ടാവുക? കുഞ്ഞുങ്ങൾ കൺകുളിർമയാണ്, ഖുർറത്തു അയുൻ, കണ്ണിന്റെ കുളിർമയാണ്, സന്തോഷമാണ്. ആ സന്തോഷം വിടരുന്നത് ഉമ്മയുടെ മടിത്തട്ടിൽ നിന്നാണ്. ഉമ്മയാണ് പഠിപ്പിക്കേണ്ടത് നന്മകൾ. ഉമ്മയാണ് കുഞ്ഞുങ്ങൾക്ക് സംസാരിക്കാൻ പോലും പ്രായമായിട്ടില്ലാത്ത കുഞ്ഞുങ്ങൾ തുമ്മിയാൽ ആ കുഞ്ഞിന് വേണ്ടി ഉമ്മ പറയണം അൽഹംദുലില്ലാഹ്. കുഞ്ഞിന് മുലപ്പാല് കൊടുക്കുമ്പോ ഉമ്മ പറയണം ബിസ്മില്ലാഹ്. കുഞ്ഞ് പാല് കൂടി നിർത്തിയാൽ ഉമ്മ പറയണം അൽഹംദുലില്ലാഹ്. ഉമ്മയെ പറഞ്ഞു കൊടുക്കേണ്ടത്. കുഞ്ഞിനെ കഴുകി കൊടുക്കുമ്പോ കുഞ്ഞിന്റെ എന്തെങ്കിലും വിസർജ്യം വൃത്തിയാക്കി കഴിഞ്ഞാൽ ടോയ്ലറ്റിൽ നിന്ന് പുറത്തു വന്നാൽ പറയുന്ന ദുആ കുഞ്ഞിന് വേണ്ടി ഉമ്മ ചൊല്ലിക്കൊടുക്കണം. ടോയ്ലറ്റിലേക്ക് കുഞ്ഞിനെ കൊണ്ടുപോകുമ്പോ കുഞ്ഞിന് ചൊല്ലാൻ അറിയില്ല, ഉമ്മയാണ് ചൊല്ലിക്കൊടുക്കേണ്ടത്. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബതി വൽ ഖബായിസ്. ഉമ്മാര് ചൊല്ലിക്കൊടുക്കണം കുഞ്ഞുങ്ങൾക്ക്. കുഞ്ഞിനെ ബിസ്മിക റബ്ബി ചൊല്ലാൻ കഴിയില്ല. കുഞ്ഞിനെ തൊട്ടിലേക്ക് വെച്ചു കൊടുക്കുമ്പോ ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം കുഞ്ഞിന് വേണ്ടി ഉമ്മ ചൊല്ലിക്കൊടുക്കുന്നു. കുഞ്ഞ് കണ്ണു തുറന്ന് ഉണർന്നാൽ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ. കുഞ്ഞിന് വേണ്ടി ഉമ്മമാർ ചൊല്ലിക്കൊടുക്കണം. അപ്പോഴാണ് നന്മ ഉണ്ടാവുള്ളൂ, അപ്പോഴാണ് കൺകുളിർമ ഉണ്ടാവുക. ഇത് നമ്മൾ ചെയ്യേണ്ട ബാധ്യതകളാണ്. ഇത് ചെയ്യാതെ മക്കൾ കേടായി പോയിട്ട് നമ്മൾ ബേജാറായിട്ട് കാര്യമുണ്ടോ? അല്ലാഹു നമ്മുടെ മക്കളെ നല്ലവരാക്കട്ടെ. അസ്സുഹ്ബത്തു സ്വാലിഹ, ഏറ്റവും നല്ല കൂട്ടുകെട്ട് നമ്മുടെ മക്കൾക്ക് കൊടുക്കണം. സൗഹൃദ ബന്ധം, നല്ല കൂട്ടുകെട്ട്. ആരൊക്കെയാണ് അവരുടെ സുഹൃത്തുക്കൾ? ഇതിപ്പോ ഓൺലൈൻ ചെക്ക് ചെയ്യേണ്ട വിഷയമാണ്. ഓഫ്ലൈനായിട്ടൊന്നും കിട്ടുന്നില്ല. ഇപ്പൊ കുട്ടികൾക്കുള്ള കൂട്ടുകാരൊക്കെ ഓൺലൈൻ കൂട്ടുകാരാണ്. പാപ്പാരൊക്കെ കുറച്ചൊരു IT സവി ആവണം എന്നാ തോന്നുന്നത് അല്ലേ? കുറച്ചൊക്കെ പാപ്പാരിമാരൊക്കെ വിചാരേ കുട്ടിക്ക് കമ്പ്യൂട്ടർ, ഭയങ്കര എക്സ്പേർട്ടാ കമ്പ്യൂട്ടറിൽ. ഉമ്മ അഭിമാനം പറയും, വാപ്പ അഭിമാനം, കമ്പ്യൂട്ടറൊക്കെ ഭയങ്കര ഉഷാറല്ലേ. അതിനർത്ഥം എന്താണെന്നറിയോ? ഇപ്പൊ എന്ത് കളി കളിച്ചാലും ഉമ്മാക്കും അപ്പാക്കും മനസ്സിലാവൂല എന്നതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം അതാണ്. ഉമ്മാക്കും അപ്പാക്കും പിടുത്തം കിട്ടൂല. ഉമ്മാരെ വാപ്പാനും കുറച്ചതൊക്കെ പഠിച്ചേക്കണമെന്നല്ലതാ. അല്പം മോണിറ്റർ ചെയ്യാനെങ്കിലേ നമ്മുടെ മക്കൾക്ക് നല്ല കൂട്ടുകെട്ടുണ്ടോ? അല്ലാഹു നമ്മുടെ മക്കൾക്ക് നല്ല സുഹ്ബത്ത് കൊടുക്കട്ടെ. നിങ്ങളുടെ കൂട്ടുകെട്ട് നന്നാവണേ എന്ന് മുത്തനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അൽ മർഉ അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ അഹദുകും മൻ യുഖാലിൽ. നിങ്ങൾ ഓരോരുത്തരുടെയും മതബോധം അളക്കപ്പെടും. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദീനിയായ വിദ്യാഭ്യാസവും മദ്രസ വിദ്യാഭ്യാസം എടുത്തു പറയേണ്ട വിഷയമല്ലേ?
സ്കൂൾ വിദ്യാഭ്യാസത്തോടൊപ്പം മദ്രസ വിദ്യാഭ്യാസം നഷ്ടപ്പെടുത്തി കളയുന്ന അവസ്ഥയുണ്ടിപ്പോ. അടിയന്തരമായും പരിഹരിക്കപ്പെടണം. അത് മാനേജ്മെന്റുകൾ ശ്രദ്ധിച്ച് പരിശോധിച്ച് ഏതാണ് നമ്മുടെ മക്കൾക്ക് ഏറ്റവും സ്യൂട്ടബിളായി മനോഹരമായി മദ്രസ വിദ്യാഭ്യാസം പഠിക്കാനുള്ള സമയമേതാണ്, അതനുസരിച്ച് നമ്മുടെ സ്കൂൾ ടൈമുകളിൽ മാറ്റം വരുത്തിയേക്കണം. മദ്രസയുടെ ഒരു സംസ്കാരമുണ്ട്. ട്യൂഷൻ എടുത്താലും കുട്ടിക്ക് മദ്രസ പാസ്സാവാൻ പറ്റും, പക്ഷെ മദ്രസയുടെ ഒരു സംസ്കാരമുണ്ട്. അത് മദ്രസയിൽ പോയാലേ കിട്ടുള്ളൂ. ഇസ്ലാമിന്റെ ഒരു സംസ്കാരം കിട്ടാനുണ്ട്, അത് മദ്രസ വിദ്യാഭ്യാസത്തിലൂടെ കിട്ടുക. അത് നമ്മുടെ മക്കൾക്ക് നഷ്ടപ്പെടുത്തരുത്. അള്ളാഹു ഈ ഉമ്മത്തിന് ഇൽമിന്റെ വഴികൾ ഒരുപാട് അള്ളാഹു തുറന്നു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.